CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന മെഴുവേലി പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഷാജിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുൻ MLA KC രാജഗോപാൽ. സ്ത്രീകളോട് മോശമായി പെരുമാറിയ വിഷയം അന്വേഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും KC രാജഗോപാൽ പറഞ്ഞു. മെഴുവേലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് KC രാജഗോപാലിനൊപ്പം സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഷാജിയുടെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാണ്. ഇപ്പോൾ സുജുവിനൊപ്പം KC രാജഗോപാലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. ആര്യ, നമ്മളിപ്പോൾ ഈ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ്. ഇവിടെ ഈ KCR-നോടൊപ്പം ചേരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാം, ഇവിടെ മഹിളാ അസോസിയേഷൻ്റെ പോസ്റ്ററുകൾ കാണാം. സ്ത്രീ ജീവനക്കാരോടും ആവശ്യങ്ങൾക്കായി ഓഫീസിലെ സ്ത്രീകളോടും അപമര്യാദയായി പെരുമാറുന്ന ഹെഡ് ക്ലർക്ക് ഷാജിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹിളാ അസോസിയേഷൻ്റെ പോസ്റ്ററാണുള്ളത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഈ ഷാജി CPM നേതാക്കൾ തന്നെ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തുന്ന ആരോപണമായി എത്തിയിരിക്കുന്നത്. KC രാജഗോപാലിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ്. അങ്ങ് ഈ ഷാജി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആരോപണമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ആരോപണം വന്നപ്പം ഇത് ശരിയല്ല എന്ന് ഈ ഷാജിയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഫോൺ വിളിച്ച് തന്നെ പറഞ്ഞതാണ്. ഈ ഷാജിയോട് എനിക്ക് നേരത്തെ ഇവിടെ ജീവനക്കാരനായിട്ടിരുന്നതാണ്. ഒരു മുൻവൈരാഗ്യമില്ല. ഞാൻ ഈ മൂലൂർ സ്മാരകത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. അവിടുന്ന് ശിവഗിരിക്ക് പോകുന്ന പദയാത്രാ സംഘത്തിൽ 2-3 പ്രാവശ്യം ഈ ഷാജി പങ്കെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. മറ്റിതിനു മുമ്പ് ഷാജിയോട് ഒരു കാര്യത്തിനും ഇടപെടുകയും ചെയ്തിട്ടില്ല. ഈ ശിവഗിരി യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സഹകരണം മാത്രമാണ്. ഇയാൾ പറയുന്ന മഹേഷ് എന്ന് പറയുന്ന ക്ലർക്ക് ആണ് ഇദ്ദേഹത്തെ ശിവഗിരിക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതും അവരൊന്നിച്ചാണ് നടക്കുകയും ചെയ്തത്. ഈ ഷാജിയുടെ വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ വിവാഹമായിരുന്നു. അതിൻ്റെ ഒരു സാക്ഷിയാണ് ഇയാളിപ്പോൾ ആരോപണ വിധേയനായ മഹേഷ്. ഈ ഷാജിയെ ഭീഷണിപ്പെടുത്തിയ ഷാജി ആരോപിക്കുന്നുണ്ട്. ആ മഹേഷിനെ പറ്റിയാണ് പറയുന്നത്. ആ മഹേഷ് ഇയാളുടെ വിവാഹത്തിൻ്റെ സാക്ഷിയാണ്, സബ്ഡിവിഷൻ ഓഫീസിലെ സാക്ഷിയാണ്. വളരെ സൗഹൃദമായിട്ടിരുന്ന. എന്നാൽ ഇവിടെ ഒരു വിവരാവകാശം വന്നു എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരെ അടുത്തു വരുത്തി നിരന്തരം അത് വെച്ച് മറ്റു താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് ഞാൻ അത് ശരിയല്ല എന്ന് ഷാജിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷാജി പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരാശ രേഖ വന്നതിന് പിന്നാലെയാണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ വിവരാവകാശ വരുന്നതിൻ്റെ പേരിൽ CPM-ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവരാവകാശം ആർക്കും കൊടുക്കാം. അതിന് കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അതിന് CPM-നില്ല. നമ്മൾ വിവരാവകാശം കൊടുക്കാറുണ്ട്. അതൊരു വിവരാവകാശവും ഈ വിഷയമായി യാതൊരു ബന്ധമില്ല. അത് കണക്ട് ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ സെക്രട്ടറി ഇല്ല, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഇല്ല. ഹെഡ് ക്ലർക്കിന് അങ്ങനെ ചാർജ് വന്നപ്പോൾ മാത്രമേ ഉള്ളൂ. ആ തൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇക്കാര്യത്തിലുണ്ടായത്. ഇവിടെ അങ്ങ് മുൻ MLA കൂടിയാണ്. അപ്പോൾ KCR മുൻ MLA എന്നുള്ളതാണ് ഇത്തരം വിഷയത്തിലൊന്ന് അന്വേഷിക്കുകയോ ചെയ്തത്? ഞാൻ നേരത്തെ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. മുൻ MLA ആണ്. എൻ്റെ 150 മീറ്റർ അകലെയാണ് വീട് പഞ്ചായത്ത് ഓഫീസിൽ. പഞ്ചായത്തിലെ പൊതുകാര്യങ്ങളെല്ലാം സജീവമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് പരാതി പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്നുള്ളത് ശരിയാണ്. തീർച്ചയായിട്ടും ഇതാണ് KCR-ന് പറയാനുള്ളത്. അതായത് മുൻ MLA ആണ് അദ്ദേഹം. ഈ വിഷയം അറിഞ്ഞപ്പോൾ മാത്രമല്ല ഷാജിയോട് മുൻവൈരാഗ്യമില്ലെന്ന് മാത്രമല്ല ഷാജിയൊത്ത് ശിവഗിരി തീർത്ഥാടന യാത്ര പങ്കെടുത്തുകൊണ്ട് അത്രയും പരിചയവുമുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആരോപണം വന്നപ്പോൾ ഷാജിയോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അതിനെയാണ് ഷാജി ഭീഷണിപ്പെടുത്തുന്നതെന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതാണ് ഇപ്പോൾ KC രാജഗോപാൽ വ്യക്തമാക്കുന്നത്. ആര്യ.